ഇപ്പോൾ വരയിട്ട് വെച്ച ഭാഗത്തോട്ട് വന്നു. ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അടിച്ച് നേരെ വന്ന് അവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ മുട്ടുസൂചി കുത്തി വെച്ചെടുത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ പ്രഷർ തൊട്ട് പൊക്കിയിട്ട് ഈ തുണിയെ ഒന്ന് കറക്കി വെക്കുക. ആ തുണി കറക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡിലോട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അതിന് നമ്മൾ ഈ സൈഡിലുള്ള തുണിയെ മടക്കി വെക്കണം. അടിയിലത്തെ തുണി നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം ഈ തുണി ഇപ്പുറത്ത് കൊടുക്കുന്ന വീതി എത്രയാണോ അതേ വീതിക്ക് ഇത് മടക്കി വയ്ക്കുക. ഇതിത്രയും മനസ്സിലായെന്ന് കരുതുന്നു. വരയിട്ടിരിക്കുന്നു. ആ വരയിൽ പതുക്കെ പ്രഷർ തൊട്ട് താഴ്ത്തുക. ഇനി അവിടുത്തെ ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് വരച്ചിടണമെന്നുണ്ടെങ്കിൽ ആ വര നേരെ ഈ എൻഡിലോട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കുക. ഇപ്പം വര നമ്മൾ വരച്ചിട്ടു. ഇനി ഈ വരയുടെ പുറത്തൂടെ ഈ എൻഡിൽ ഇവിടെയും നിങ്ങൾക്ക് തുണി മടക്കിയത് മുട്ട് പിന്നെ കുത്തി വയ്ക്കണമെങ്കിൽ ഒരു മുട്ട് പിന്നെടുത്ത് ഇവിടെ കുത്തി വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വെച്ച് ഈ എൻഡിലോട്ട് കൊണ്ടുവരിക. ഞാൻ മെഷീൻ്റെ സൗണ്ട് വരാതിരിക്കാനാണ് നിങ്ങൾക്ക് പതുക്കെ ചവിട്ടി കാണിച്ചു തരുന്നത്. ഇപ്പം ഇവിടെ എത്തി. അത് കഴിഞ്ഞ് വീണ്ടും പ്രഷർ തൊട്ട് പൊക്കി നമ്മൾ തിരിച്ച് തുണി സ്ട്രൈറ്റ് അടിക്കാൻ വയ്ക്കുക. ഇപ്പം നമ്മുടെ ഇത് ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ തച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ സൈഡിലോട്ടുള്ളത് പിന്നെ അടിച്ചെടുക്കുക. നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് മടക്കി വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടുസൂചി എടുത്ത് ഇതുപോലെ കുത്തി വെച്ച് ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ എത്താറാകുമ്പോൾ അടുത്ത സൈഡ് മടക്കി വെച്ച് വീണ്ടും ഈ മുട്ടുസൂചി എടുത്ത് താഴോട്ട് വെച്ച് നിങ്ങൾക്കിങ്ങനെ ചെയ്തു വരാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് പതുക്കെ ചെയ്തു വരുന്നത്. ഇത് ഇത്രയും മനസ്സിലായോ എന്ന് കരുതുന്നു.